നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സെപ്റ്റംബറിലെ ചില്ലറ പണപ്പെരുപ്പം 2% താഴെയെന്ന് വിലയിരുത്തൽ. പച്ചക്കറി വില കുറഞ്ഞതും GST നിരക്കളവും കാരണം. അമേരിക്കയ്ക്ക് ചൈനയുടെ മുന്നറിയിപ്പ്. ഭീഷണിയെ വകവയ്ക്കില്ല, പ്രകോപിച്ചാൽ തിരിച്ചടിക്കും. ഇന്ത്യയുടെ വ്യാപാര കമ്മി $28 ബില്യൺ ഉയരുന്നു. സ്വർണ്ണ ഇറക്കുമതി കൂടിയതാണ് കാരണം. UK വ്യാപാര കരാർ നിക്ഷേപവും കയറ്റുമതിയും വർദ്ധിപ്പിക്കും. കരാർ അടുത്ത വർഷം നടപ്പായേക്കും. US ചൈന താരിഫ് നീക്കങ്ങളും പണപ്പെരുപ്പ ഡാറ്റയും വിപണിയെ നയിക്കും. വരും വാരം കോർപ്പറേറ്റ് വരുമാന കണക്കുകളും നിർണായകമാകും. വാർത്തകൾ വിശദമായി. GST നിരക്കിളവും പച്ചക്കറി വിലയിടവും ചേർന്ന് സെപ്റ്റംബറിലെ ചില്ലറ പണപ്പെരുപ്പം 2% താഴെയാകുമെന്ന് വിലയിരുത്തൽ. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയുടെ വില കുറഞ്ഞതും പണപ്പെരുപ്പം കുറയാൻ സഹായിച്ചതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തുവിടും. GST നിരക്കിളവും പച്ചക്കറി വിലകളിലെ ഇടിവും ചേർന്നതോടെ സെപ്റ്റംബറിലെ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയ ചില്ലറ പണപ്പെരുപ്പം 2% താഴെയാകുമെന്ന് വിലയിരുത്തൽ. ഓഗസ്റ്റിൽ പണപ്പെരുപ്പം 2.1% ജൂലൈയിൽ അത് 1.6%. GST നിരക്കളവ് സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ ചില ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വിലയിൽ നേരിയ കുറവ് പ്രതീക്ഷിക്കുന്നു. അതേസമയം പച്ചക്കറികളുടെയും ധാന്യങ്ങളുടെയും വിലയും സെപ്റ്റംബറിൽ ഇടിഞ്ഞു. സെപ്റ്റംബറിൽ തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വില താഴ്ന്നതായി ക്രിസിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. ഇറക്കുമതി വർദ്ധിച്ചതോടെ പയറുവർഗ്ഗങ്ങളുടെയും വിലയിൽ തിരുത്തൽ സംഭവിച്ചു. സെപ്റ്റംബറിൽ പണപ്പെരുപ്പം വീണ്ടും 2% താഴെയായത് ഏകദേശം 1.5% എത്താമെന്നാണ് പ്രതീക്ഷയെന്ന് ബോഫ സെക്യൂരിറ്റീസ് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധൻ രാഹുൽ ബജോറിയ പറയുന്നു. ബാങ്ക് ഓഫ് ബറോഡയുടെ റിപ്പോർട്ടിൽ ചില്ലറ പണപ്പെരുപ്പം 1.2% കണക്കുകൂട്ടുന്നു. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ ലഭ്യത ഉയർന്നതും ഇതിന് കാരണമായി കാണുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത താരിഫ് ഭീഷണിയെ വകവയ്ക്കില്ലെന്ന് ചൈന. എന്നാൽ പ്രകോപനമുണ്ടാക്കിയാൽ തിരിച്ചടിക്കുമെന്നും ചൈനയുടെ മുന്നറിയിപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ആഴ്ചകൾ ശേഷിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% താരിഫ് ട്രംപാണ് ചുമത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ വഷളാക്കി. കഴിഞ്ഞയാഴ്ച ചില അപൂർവ ധാതു ഉൽപ്പന്നങ്ങൾക്ക് ചൈന വിപുലമായ ആഗോള കയറ്റുമതി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് മറുപടിയായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്താൻ പദ്ധതിയിട്ടിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കുമെന്ന് ട്രംപ് തിരിച്ചടിച്ചു. എന്നാൽ ട്രംപിന്റെ നടപടിയെ ഭയക്കുന്നില്ലെന്നും ഇരു രാജ്യങ്ങളുമായുള്ള ചർച്ചകളിലാണ് വിശ്വസിക്കുന്നതെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വ്യാപാര കമ്മി $28 ബില്യൺ ഉയരുന്നു. സ്വർണ്ണ ഇറക്കുമതിയിലെ കുത്തനെയുള്ള വർധനവാണ് കമ്മി ഉയരാൻ കാരണം. സെപ്റ്റംബറിലെ കണക്കുകളിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി $28 ബില്യൺ ഉയരുമെന്ന് റിപ്പോർട്ട്. ഓഗസ്റ്റിൽ വ്യാപാര കമ്മി $26.5 ബില്യൺ ആയിരുന്നു. സ്വർണത്തിന്റെ ആവശ്യകതയിലെ കുതിച്ചുചാട്ടമാണ് ഇതിന് കാരണമായത്. ഇപ്പോൾ ഉത്സവ വിവാഹ സീസണിന്റെ തുടക്കമാണ്. ഇത് സാധാരണയായി മഞ്ഞലോഹത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കുക പതിവാണെന്നും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. US ഇന്ത്യ വ്യാപാര കരാറിലെ കാലതാമസവും വ്യാപാര കമ്മിയെ ബാധിക്കുന്നു. ഇത് രാജ്യത്തിന്റെ കയറ്റുമതിയെ സാരമായി ബാധിക്കും. ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതിയുടെ ഏകദേശം 20% അമേരിക്കയിലേക്കാണ്. ഇത് വ്യാപാര കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ശക്തമായ ഇറക്കുമതി ആവശ്യകതയും പരിമിതമായ കയറ്റുമതി വളർച്ചയും കാരണം വ്യാപാര കമ്മി സമീപകാലത്ത് ഉയർന്ന നിലയിൽ തുടരുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഉത്സവ സീസണിന് മുന്നോടിയായി ഉയർന്ന സ്വർണ്ണ ഇറക്കുമതി, ശക്തമായ ഊർജ ആവശ്യകത, ഇലക്ട്രോണിക്സ്, മൂലധന വസ്തുക്കളുടെ ഇറക്കുമതി എന്നിവയെ തുടർച്ചയായി ആശ്രയിക്കുന്നത് കമ്മി ഉയർന്ന നിലയിൽ തന്നെ നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ US കരാറിന് കീഴിലുള്ള താരിഫ് തടസ്സങ്ങൾ കുറയ്ക്കുന്നത് ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായ US കയറ്റുമതിയിൽ വീണ്ടെടുക്കലിനെ സഹായിച്ചേക്കാമെന്നും UBI റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
UK വ്യാപാര കരാർ രാജ്യത്തെ നിക്ഷേപവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുമെന്ന് ബിസിനസ് വിദഗ്ധർ. കരാർ അടുത്ത വർഷം നടപ്പാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ജൂലൈ 24 ഒപ്പുവെച്ച CETA എന്ന സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും. തുണിത്തരങ്ങൾ, ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ, പാദരക്ഷകൾ, മരുന്ന് തുടങ്ങിയവയുടെ കയറ്റുമതിയിലൂടെ ഇന്ത്യക്ക് ഗണ്യമായ നേട്ടങ്ങൾ ലഭിക്കും. ഇവയിൽ ഏകദേശം 99% തീരുവരഹിത വിപണി പ്രവേശനം നൽകുമെന്നതാണ് കരാറിന്റെ പ്രധാന ആകർഷണമെന്ന് ബിസിനസ് വിദഗ്ധനായ ഡെലോയിറ്റ് ഇന്ത്യ പറയുന്നു. കൂടാതെ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിദ്യാഭ്യാസ യോഗ്യതകളെ പരസ്പര അംഗീകരിക്കാനും പദ്ധതിയുണ്ട്. വിദ്യാഭ്യാസം, നവീകരണം, ഗവേഷണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തും. 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായി ഉയരുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പ്രസിഡന്റ് SC റാൽഹാൻ പറയുന്നു. MSMEകൾക്കും തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾക്കും വൻ അവസരങ്ങൾ തുറക്കും. ഇത് താരിഫ് കുറയ്ക്കുക മാത്രമല്ല, സേവനങ്ങൾക്കും നിക്ഷേപങ്ങൾക്കുമുള്ള നിയന്ത്രണ തടസ്സങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യും. പ്രധാന വളർച്ചാ മേഖലകളിലേക്ക് UK നിക്ഷേപങ്ങൾ ആകർഷിക്കുമെന്നും റാൽഹാൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US ചൈന താരിഫ് നീക്കങ്ങളും പണപ്പെരുപ്പ ഡാറ്റയുമായിരിക്കും വരും വാരം വിപണിയെ നയിക്കുകയെന്ന് വിശകലന വിദഗ്ധർ. കോർപ്പറേറ്റ് വരുമാന കണക്കുകളും നിർണായകമാകും. US-ഉം ചൈനയും തമ്മിലുള്ള പുതുക്കിയ താരിഫ് പിരിമുറുക്കങ്ങൾ, ആഭ്യന്തര പണപ്പെരുപ്പ ഡാറ്റ എന്നിവയാണ് പുതിയ ആഴ്ച ഓഹരി വിപണിയിൽ നിക്ഷേപകർ ശ്രദ്ധയൂന്നുക. കൂടാതെ ബ്ലൂ ചിപ്പ് കമ്പനികളായ HCL ടെക്, ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയുടെ ത്രൈമാസ വരുമാനവും ഓഹരി വിപണിയെ സ്വാധീനിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒപ്പം ആഗോള വിപണി പ്രവണതകളും ലോകരാഷ്ട്രീയ സംഭവവികാസങ്ങളും നിക്ഷേപകരെ സ്വാധീനിക്കും. വിപ്രോ, ടെക് മഹീന്ദ്ര, LTI, മൈൻഡ് ട്രീ, ആക്സിസ് ബാങ്ക് തുടങ്ങിയ IT ഭീമന്മാരുടെ മിഡ് ക്യാപ് IT കമ്പനികളുടെ കണക്കുകളും നിക്ഷേപകർ വിലയിരുത്തും. ആഗോളതലത്തിൽ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവന പണനയത്തെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. US-ഉം ചൈനയും തമ്മിലുള്ള പുതിയ പിരിമുറുക്കങ്ങൾക്കിടയിലും US വിപണികൾ കുത്തനെ ഇടിഞ്ഞതും അടുത്ത ആഴ്ച നിർണായകമാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.